ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. നമ്മളിപ്പോൾ കുറേ അല്ലേ ഈ വ്ളോഗൊക്കെ എടുത്തിട്ട്. നമ്മൾ ഡെയിലി എടുക്കും പറഞ്ഞ ആൾക്കാരാ. എന്താ ചെയ്യുക, ഡെയിലി എടുക്കാം, ക്യാമറ എടുക്കും, പിന്നെ മടിയാവും അല്ലേ. അപ്പോൾ പോവാം ഗൈസ്, ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോവാം. ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോകുമ്പോൾ ഇവൻ്റെ വീട് അവിടുന്ന് ആകെ 10 കിലോമീറ്റർ ഉള്ളതെന്ന് പറഞ്ഞിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്ത് കഥ. എന്താ ചെയ്യാ, എല്ലാ കല്യാണവും ആയി അവിടുത്തെ ഓഡിറ്റോറിയത്തിലുണ്ടാവും. അത് ആ കല്യാണത്തിന്ന് എൻ്റെ വീട്ടിലേക്ക് 2 കിലോമീറ്റർ, ഓളെ വീട്ടിലെ 10. പക്ഷെ ഓള് പറയുന്നത് ഓളെ വീട് അടുത്താന്ന്. എന്റെ വീടാണ് അടുത്ത്. പിന്നെ ഓളെ വീട് അടുത്താന്ന ഉടായിപ്പ് ഗൈസ്. നിങ്ങളെ വൈഫൊക്കെ ഇങ്ങനെ ഉണ്ടോ ആരെങ്കിലും? പോയരേ ഉടായിപ്പ ഗൈസ്. അസ്സലാമു അലൈക്കും. പോണ്ടേ? ഇതൊക്കെ എടുത്ത് ബാഗിലേക്ക് ഇട്ടോ. മനസ്സിലാത്തൊരു കാര്യം, ഇതെന്തിനാണ് ഇങ്ങനെ മറ്റേ പണ്ട് വല്യമ്മമാര് കൊണ്ടുവന്ന മാതിരി ലഗേജ് കൊണ്ട് നടക്കുന്നതോ? അതിന്റെ വെഡിങ്ങിന്റെ ഡ്രസ്സല്ലോ, അങ്ങ് കൊണ്ടേക്കാനോ? അങ്ങ് കൊണ്ടേക്കാനാ? ഇതായി പോണ്ട. ഇല്ല പോലെ എന്നാല് ഓന്റെ നിക്കാവും കഴിഞ്ഞ് ഓന്റെ വൈക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പൊ നമ്മളിതാ കല്യാണ വീടല്ലോ കേട്ടോ. ഹാളിൽ നിന്ന് ഒന്നുമില്ല, ഉടായിപ്പത്തിയ, ലോകാന്തര ഉടായിപ്പത്തിയ. എന്താ എവിടെ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ കണ്ടോ, നേരെ അവളെ വീട്ടിലേക്ക് പോണം. എവിടെ കല്യാണത്തിന് പോയി കഴിഞ്ഞാല് എന്റെ അങ്ങേക്ക് ഇവിടുന്ന് 10 കിലോമീറ്ററിലുള്ള അങ്ങ് പോയെന്നല്ലോ. അവിടുന്ന് ആകെ 3 കിലോമീറ്റർ ഉള്ളൂ എന്റെ വീട്ടിലേക്ക്. ഇങ്ങനത്തെ ഒരു ഉടായിപ്പത്തി. നിങ്ങളെല്ലാരും ഇങ്ങനെ തന്നെയാണോ? അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അഷികക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫുഡൊക്കെ ഇഷ്ടപ്പെട്ട്. ഇപ്പൊ ഇത് ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ, ക്യാമറ അങ്ങോട്ടൊക്കെ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഇതിപ്പോ ഒരു സ്ഥലം, ഓളെ വീട്ടിലേക്ക് വീടുന്ന അങ്ങോട്ട് 10 കിലോമീറ്റർ, എന്റെ വീട്ടിലേക്ക് 2 കിലോമീറ്റർ ആണെങ്കിൽ ഓള് പറയുന്നത് അറിയാം, ഓളെ വീടാണ് അടുത്ത്. എന്റെ വീട് അടുത്തായതുകൊണ്ടല്ലേ അടുത്തെന്ന് അറിയുന്നത്. ഫുഡ് അടിച്ചു കഴിഞ്ഞിട്ട് നടക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ ഡയറ്റിംഗ് ആണ് പോലും, ഡയറ്റിംഗ് ഷുഗർ കട്ടാണ് പോലും. അവിടെ നിന്ന് ഒരു സാധനം കിട്ടിട്ട് എത്ര കഴിച്ച്. പിന്നെ ഡയറ്റിംഗ് എന്ന് പറഞ്ഞ തള്ളു. പശു ഓരിടുന്ന ഉണ്ടായിരുന്നു. കല്യാണത്തിന് വേണ്ടി ഇപ്പൊ നമുക്ക് കുറച്ചേരം ഉറക്കൊന്നുമില്ല. ഈ കണ്ടനെ കിടക്കാണോ? ഞാൻ ലേശം കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ നമ്മക്കാനൊരു ഷോക്കിംഗ് കണ്ടോട്ടെ, അല്ലെങ്കിൽ ഇവളെന്തിനാ വന്നുള്ള റിയാക്ഷൻ ആണ് നോക്കട്ടെ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതിന്. അപ്പോൾ ആദ്യമായിട്ടാണ് ആഷിക അടുക്ക പറിക്കുന്നത് കാണുന്നത്. അടുക്ക പറിക്കുന്നില്ല, അവളെ വാപ്പ പറിക്ക നോക്കിക്കാണ്. കാണിച്ചു കേട്ടോ, കൊക്ക കാണുന്നില്ലേ? കൊക്ക മാത്രമേ കാണുന്നില്ല. ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് ഇതൊക്കെ. എനിക്കതൊന്നും അറിയില്ല. എനിക്ക് കൊക്ക പിടിക്കുന്ന കിട്ടുന്നില്ല.